ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണിയും കാർത്തിയും കൂടി എഴുന്നേറ്റുവാണ് കേട്ടോ. അപ്പോൾ കറണ്ട് പോയല്ലോ ചേച്ചി, എന്താ ചെയ്യേണ്ടതെന്ന് പറയണേ. അപ്പോൾ കല്യാണി പറയാം, ആ ചേച്ചി നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. കാർത്തിയെ പറയാം, ഇൻവെർട്ടർ എന്തായാലും വർക്ക് ചെയ്യേണ്ടതാണല്ലോ, എന്താ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രകാശൻ കാണും കേട്ടോ. പ്രകാശൻ പറയാം, മക്കളെ നിങ്ങൾ പൊക്കോ, ആരുടെയും ഒരു കാൽപെരുമാറ്റം കേട്ട പോലെ തോന്നുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ കല്യാണിയും പറയാം, എന്തോ ഒരു കേട്ടതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടാവുമോ എന്ന് കാർത്തിയെ പറയാം കേട്ടോ. അച്ഛൻ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ല, സാധാരണ ഇൻവെർട്ടർ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരേണ്ടതാണല്ലോ. അപ്പോൾ കല്യാണി മൊബൈലൊക്കെ ടോർച്ചൊക്കെ അടിച്ച് എല്ലായിടത്തും നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ടതുപോലെ ദീപയും ലക്ഷ്മിയും ഉണരുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി പറയാം, എന്തോ ഒരു തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻവെർട്ടർ ഉണ്ടായിട്ടും എന്താ അത് വർക്ക് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ദീപ പറയാം, അറിയില്ല ചേച്ചി. ലക്ഷ്മി പറയാം, അയ്യോ കുട്ടികൾ ഒരുത്തൻ പുറത്തുള്ളത് കൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഭയന്നേ പറ്റൂ. ദീപ എമർജൻസി ലൈറ്റ് എന്തേലും നോക്കുക, നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് ദീപ അങ്ങ് എഴുന്നേക്കുവാട്ടെ രണ്ടുപേരും. ലക്ഷ്മി പറയുക, കറൻറ്റ് പോകുമ്പോൾ ഒരു കാരണവശാലും ഇൻവെർട്ടർ പ്രവർത്തിക്കാതിരിക്കാറില്ല, എന്നിട്ടും ഇന്ന് മാത്രം പതിവിന് വിരുദ്ധമായിട്ട് എന്താ ഇരുട്ടായി എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ദീപ പറയാം, നമുക്ക് എന്തായാലും പോയി നോക്കാം. രണ്ടുപേരും റൂമിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് ബൈജുവും പ്രകാശനും കൂടി ടോർച്ച് അടിച്ച് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണീനെ നേരത്തെ തന്നെ പ്രകാശൻ പറഞ്ഞകത്തോട്ട് വിട്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് ബൈജുവും പ്രകാശനും ടോർച്ച് അടിച്ച് മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദീപയും ലക്ഷ്മിയും കൂടി എമർജൻസി ആയിട്ടൊക്കെ താഴെ നിൽക്കുക കേട്ടോ. പ്രകാശൻ ചോദിക്കുക, നിങ്ങൾ ഉണർന്നോ, അകത്ത് പോയി കിടന്നോളൂ, എമർജൻസി നിങ്ങൾക്ക് തന്നേക്കെന്ന് പ്രകാശൻ പറയുകയാണ് കേട്ടോ. അപ്പം നേരെ നമ്മുടെ ലക്ഷ്മി പറയുക, എന്തൊക്കെയോ തട്ടലും മുട്ടലും കേട്ട് പ്രകാശിട്ടാന്ന് പറയാം. പ്രകാശൻ പറയും, ഞാനും പറഞ്ഞതല്ലേ ഇവിടെ ആരും കയറിയിട്ടുണ്ടെന്ന്, വാതിലടച്ച് കിടന്നുറങ്ങിക്കോ എന്ന് വെച്ചാൽ ബൈജുവിനോടായിട്ടാണ് പ്രകാശൻ പറയുന്നത് കേട്ടോ. ലക്ഷ്മി പറയും, എല്ലാവരും കൂടി തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തിരഞ്ഞാലോ പ്രകാശേട്ടാ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നിൽക്കണ്ട, ഞാനും ബൈജുവും കൂടി നോക്കി രണ്ടുപേരും റൂം അടച്ച് കയറാൻ പറയുകയാണേ. പ്രകാശൻ അടുക്കള വാതിലൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബൈജു പറയുകയാണ്, അയ്യോ പ്രകാശേട്ടാ, അതേ അടുക്കള വാതിൽ തുറന്ന് കിടക്കുവാണെന്ന് പറയുകയാണ്. അപ്പോൾ അവർ അങ്ങോട്ടോ പോകണം കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഗംഗപ്രസാദ് അകത്തുണ്ട്. അപ്പോൾ എല്ലായിടത്തും നോക്കുക. അപ്പോൾ ലക്ഷ്മി ഫ്രണ്ടിലെ വാതിലൊക്കെ നോക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിന്നിട്ട് പ്രകാശൻ ടോർച്ച് എമർജൻസി മേടിച്ചിട്ട് ടോർച്ചാണ് ഇവർക്ക്, ടോർച്ചല്ല മൊബൈൽ ടോർച്ചിലാണ് ഇവർ ഈ വെട്ടമൊക്കെ അടിച്ച് നോക്കണം കേട്ടോ, നമ്മുടെ ദീപയും ലക്ഷ്മിയും കൂടിയേ. അപ്പോൾ ഗംഗ അവളെ അല്ലെങ്കിൽ അവിടെ അമ്മയായാലും മതിയല്ലോ എന്ന് ഇങ്ങനെ പറയണം കേട്ടോ. ദീപ ഡോറ് തുറന്നിട്ട് പറയും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം, മതിൽ ചാടിയായിരിക്കും വന്നത് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഇവർ നേരെ നമ്മുടെ പ്രകാശനും ബൈജും കൂടി പിന്നാമ്പുറം നോക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ദീപ തിരിഞ്ഞു നോക്കുമ്പോൾ ഗംഗയെ പെട്ടെന്ന് അങ്ങ് കാണും കേട്ടോ. ഗംഗപ്രസാദ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേപ്രാളത്തിൽ അങ്ങ് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗംഗപ്രസാദ് ലക്ഷ്മിയമ്മയുടെ നേരെ അങ്ങ് ഓടി ഇങ്ങനെ പാഞ്ഞ് വരും കേട്ടോ, കത്തിയും കയ്യിലുണ്ട്. പെട്ടെന്ന് തന്നെ ദീപ ഓടി വന്ന് ലക്ഷ്മിയമ്മനെ അങ്ങ് തട്ടി മാറ്റും. ആ കുത്ത് കിട്ടുന്നത് ദീപയ്ക്കുമാണ് കേട്ടോ. അപ്പോൾ കരച്ചിൽ കേട്ട് കല്യാണിയും കാർത്തിയും പെട്ടെന്ന് ഉണരുവാണ് കേട്ടോ. അപ്പോൾ ഓടി വരികയും ഗംഗപ്രസാദ് അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത്. ലക്ഷ്മിയമ്മയെ ദീപ അങ്ങ് ചുറ്റി പിടിക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ കിടന്നിട്ട് ദീപേ എന്ന് വിളിക്കുന്നുണ്ട്, മോളെ ഓടി വാ. അപ്പോൾ കല്യാണി ഓടി വരുന്ന പൊക്കത്തിൽ നിന്ന് കാർത്തിയെ വരും, അമ്മേ എന്ന് പറഞ്ഞ് കല്യാണിയും കാർത്തിയൊക്കെ വിളിയോട് വിളി. അപ്പോൾ കല്യാണി, അച്ഛാ അമ്മേ എണീക്കമ്മേ. ഈ വിളി കേൾക്കുമ്പോൾ ഈ നമ്മുടെ ഗംഗാപ്രസാദ് ശരിക്കും ബാക്കിലേക്ക് ഓടി വരുമ്പോൾ നമ്മുടെ ബൈജുവിൻ്റെ അടുത്തോട്ട് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രകാശൻ ബൈജുവിനോട് പറയണം, ബൈജു പിടിക്കണം അവനെ വിടരുതെന്ന് പറയണേ. പക്ഷേ ഇവൻ ഗേറ്റ് വഴി ചാടി അങ്ങ് പോവുകയാണ്. നമ്മുടെ പിന്നാലെ പ്രകാശനും ബൈജു ഓടുന്നുണ്ട്. ബൈജു ഗേറ്റ് ചാടി കിടക്കാൻ പോകുന്ന സമയത്തേക്ക് അച്ഛാ ഓടി വാ, അച്ഛാ അമ്മ എന്ന് പറഞ്ഞ് ഈ സൗണ്ട് കേൾക്കുവാണ് കേട്ടോ. അപ്പോൾ പ്രകാശൻ പറയണേ, വാട അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണേ. അങ്ങനെ ഓടി ഇവിടെ വരുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നമ്മുടെ ദീപയെ കാണുന്നത്. പ്രകാശൻ പെട്ടെന്ന് പറയടാ, പിടിക്കട പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം. ആ സമയത്തേക്ക് നമ്മുടെ ഗംഗപ്രസാദ് ഓടിച്ചെന്ന് ആംബുലൻസ് കയറുവാണ് കേട്ടോ. സ്റ്റെഫി ചോദിക്കുക, എടാ എന്തായി? അപ്പോൾ ഗംഗ പറയണം, ഒന്നും പറയാനില്ല, സമയമില്ല, ആംബുലൻസ് എടുത്ത് പെട്ടെന്ന് പോവുക കേട്ടോ. ഇപ്പോൾ സ്റ്റെഫി ആണെങ്കിൽ ആകെ വിറങ്ങലിച്ചിരിക്കുക, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ. നേരെ ലക്ഷ്മിയമ്മ കാർത്തിയും കൂടി ഓടി വന്ന് റൂമിൽ നിന്ന് ഫോൺ എടുക്കുകയാണ് കേട്ടോ. കാർത്തി എന്നിട്ട് ഫോണിൽ വിളിക്കുന്ന സമയത്തേക്ക് കിരണിൻ്റെ ഫോണിലോട്ടാട്ടോ വിളിക്കുക. കിരൺ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ബെല്ലടി കേട്ടിട്ട് അവൻ വല്ലാണ്ട് എഴുന്നേറ്റ് വരുക കേട്ടോ. കാർത്തിയാണല്ലോ, എന്താ ഈ സമയത്ത്? അപ്പോൾ കിരൺ ഹലോ എന്ന് വെക്കുമ്പോൾ തന്നെ കിരണേ ഇവിടെ ഒരു സംഭവം ഉണ്ടായി, അമ്മയെ കുത്തി എന്ന് പറഞ്ഞിട്ട് അലമുറയിട്ട് കരയുക കേട്ടോ ചെയ്യുന്നത്. കിരൺ ആകെ ഞെട്ടുവാണ്, തലയിൽ കൈയൊക്കെ വെച്ചിട്ട് ടീഷർട്ട് ഊരി മാറ്റിയിട്ട് അവൻ പെട്ടെന്നൊരു ഷർട്ട് എടുത്തിട്ടിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്.
പിന്നെ കാണിക്കുന്നത് കാർത്തിക കല്യാണി അമ്മയോട് പറയണേ, കാർത്തിക കല്യാണിയല്ല ലക്ഷ്മി അമ്മയോട് പറയണേ കല്യാണിയുടെ അമ്മ രക്ഷപ്പെടില്ലേ അമ്മേ. അപ്പോൾ ലക്ഷ്മി പറയാം എന്നെ കുത്തിയതാ പാവം, അത് വന്ന് ഇടയ്ക്ക് കയറിയതാണെന്ന് പറയാം. എന്തിനാണ് നമ്മൾ ഈ നാട്ടിലേക്ക് വന്നതെന്ന് കാർത്തിക പറയാം. ലക്ഷ്മി അമ്മ ഞാനും അത് ആലോചിക്കുന്നത്, കിരണിനെയും കല്യാണിനെയും പോലെ ഉള്ള ആൾക്കാരെ കിട്ടിയാൽ നമ്മുടെ ബലം കൂടുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ കാരണമാണ് ഗംഗപ്രസാദ് അവരെ ശത്രുവായത്. സ്വന്തം ജീവൻ കൊടുത്തു പോലും അവർ നമ്മളെ സംരക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ ദീപയെ സ്ട്രെച്ചറിലങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബൈജുവും പ്രകാശനും കല്യാണിയും കൂടെയുണ്ട്. കല്യാണി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ പ്രകാശൻ പറയാം മോളെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, സുഖം പ്രാപിക്കുമെന്ന് പറയുമ്പോൾ കല്യാണി പറയുകയാണെ പിന്നെ ഇല്ലച്ചാ പൾസ് കിട്ടുന്നില്ലായിരുന്നു, ഇത്രയും ആൾക്കാരുണ്ടായിട്ടും അവൻ കണ്ണ് വെട്ടിച്ച് കടന്നല്ലോ. ബൈജു പറയാം റോക്കറ്റ് പോലെ അവൻ പോയത്. കല്യാണി പറയാം ഞാൻ കിരണോട്ടനോട് പറഞ്ഞതാകുന്നേ ഇന്ന് രാത്രി ഇവിടെ നിൽക്കണം, തലേ ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ട് കാർത്തികേച്ചിയുടെ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നിന്നില്ല, എന്തല്ലേ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ കരച്ചിലാണ് കേട്ടോ. അപ്പോൾ തിയേറ്ററിലായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് സിറ്റുവേഷൻ എന്ന് നമ്മളിന്ന് കാണിക്കുന്നില്ല. ഇതേ സമയത്ത് ഗംഗപ്രസാദ് സ്റ്റെഫി അവിടെ വീട്ടിലെത്തുവാണ് കേട്ടോ. ഒരു ആശ്വാസത്തിൻ്റെ നിർവൃതിയിലിരിക്കുവാണ്. അപ്പോൾ സ്റ്റെഫി പറയാം ആ പ്രോപ്പർട്ടിയിൽ വെച്ച് കല്യാണിയും കാർത്തികയും കൊല്ലാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല. പിന്നെ നമ്മൾ എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് കിരണിനെ കൊല്ലാൻ നോക്കിയിട്ട് സാധിച്ചില്ല. അന്ന് പ്രകാശൻ വന്ന് ഇടയ്ക്ക് കയറി. ഇപ്പോൾ ദീപയും ഒരു നിരപരാധി ഒരാളാണ് ഇടയ്ക്ക് വന്നപ്പോൾ ഗംഗ പറയണ അവർ ബാക്കിയുള്ളവരൊക്കെ ഭാഗ്യമുള്ളവരാണ്, പിന്നെ ഈ ദീപയാണ് ആ കുടുംബത്തിൻ്റെ നെടുന്തൂണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നാളെ നിശ്ചയം നടക്കില്ല എന്ന് പറയുവാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഗംഗയ്ക്കും നമ്മുടെ സ്റ്റെഫിക്കും വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. കാരണം നാളെ എന്തായാലും ദീപയ്ക്ക് മരിച്ചാലും മരിച്ചില്ലെങ്കിലും അപകടം പറ്റിയതുകൊണ്ട് ഉറപ്പായിട്ട് ഇത് മാറ്റി വയ്ക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അല്ല എന്തല്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥയിൽ പോലീസും ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് പോലും ദീപയെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.